വളരെ റെയറും എന്നാൽ സീരിയസുമായ ഒരു ബാക്ടീരിയൽ ഇൻഫെക്ഷനാണ് ഇപ്പോൾ ജപ്പാനിൽ പടർന്നുകൊണ്ടിരിക്കുന്ന STSS. ഗ്രൂപ്പ് എ സ്ട്രെപ്റ്റോകോക്കസ് ബാക്ടീരിയ ആണ് ഈ രോഗത്തിന് കാരണമാകുന്നത്. ആക്ച്വലി ഈ ബാക്ടീരിയയുടെ തന്നെ ഒരു സ്ട്രെയിൻ ആണ് നമുക്ക് തൊണ്ടവേദനയൊക്കെ ഉണ്ടാക്കുന്നത്. ഇപ്പോൾ ഇതിനെ ഫ്ലഷ് ഈറ്റിംഗ് എന്ന് വിളിക്കാൻ കാരണം ഈ ബാക്ടീരിയ വളരെ റെയറായ നെക്രോട്ടൈസിംഗ് ഫാസിയൈറ്റിസ് എന്ന ഇൻഫെക്ഷൻ ഉണ്ടാക്കുന്നത് കൊണ്ടാണ്. ശരീരത്തിൽ ചെറിയ മുറിവൊക്കെ ഉണ്ടെങ്കിൽ അതുവഴി ഈ ബാക്ടീരിയ ശരീരത്തിലെ ടിഷ്യൂസിനകത്ത് കയറി വിഷവസ്തുക്കൾ റിലീസ് ചെയ്ത് ഏത് ടിഷ്യൂവിനെയാണോ അഫക്റ്റ് ചെയ്തത് അതിലോട്ടുള്ള രക്തത്തിന്റെ ഒഴുക്കിനെ ബാധിക്കും. അതിന്റെ കൂടെ ഈ ഇൻഫെക്ഷൻ ഉണ്ടായാൽ ഈ ബാക്ടീരിയ വേറെയും കെമിക്കൽസിനെ ഉൽപ്പാദിപ്പിക്കും, സോ ദാറ്റ് നമ്മുടെ ബോഡിക്ക് ഇതിനെ നശിപ്പിക്കാൻ പറ്റാതെ ഇരിക്കാൻ. ക്രമേണ ഈ അഫക്റ്റ് ചെയ്ത ടിഷ്യൂ നശിക്കും, ഈ ബാക്ടീരിയ രക്തത്തിൽ കലരും, പെട്ടെന്ന് തന്നെ സ്പ്രെഡ് ആവും. ആദ്യ ലക്ഷണങ്ങൾ പനി, വിറയൽ, മസിൽ പെയിൻ, ക്ഷീണം ഒക്കെയാണ്. ഇൻഫെക്ഷനിലോട്ട് പോയി കഴിഞ്ഞാൽ സ്കിന്നിന്റെ നിറം ചുവക്കും, അഫക്റ്റായ ടിഷ്യൂവിൽ നീര് വരാം, ബ്ലിസ്റ്റേഴ്സ് ഉണ്ടാവാം. അതും മണിക്കൂറുകൾക്കുള്ളിലാണ് ഇത് സ്പ്രെഡ് ചെയ്യുന്നത്. അതുകൊണ്ടാണ് 48 മണിക്കൂറിൽ മരണം സംഭവിക്കാമെന്ന് റിപ്പോർട്ടുകൾ വരുന്നത്.